കൊല്ലം കണ്ടവനില്ല വേണ്ടെന്നാ. ആണല്ലോ അന്നു മുതൽ കണി മിന്നി തളിർമണി മനവിലെ പൂമണി അറിവാണവരുടെ ഹുബിലെ മഹിമ അലുവിൻ പൊരുളാണവരുടെ എളിമയായി വന്നത് ജിബിരിൽ കുളിരണി വഹിയായി ഹീരിലെ നൂറാ വണ്ണബി സെമ്മില് ചൊല്ലി എന്തൊരു ഹാലായി ഹമ്മില് ബിള്ളി സലാമത്തിൽ അന്ന് മുടിന്തത് മൂടി പുതപ്പിലെ മീനി തടവീറിന്റെ വാക്കുകളോതി എന്നത് പോയിടരാ ഷേഹിൽ തിന്നവരാ. ഞങ്ങളുടെ കൊല്ലത്തുകാരുടെ അഹങ്കാരം എന്ന് പറയാവുന്ന ഞങ്ങളുടെ സ്വന്തം വിമല ഹൃദയ സ്കൂളിൽ നിന്നാണ് ഒപ്പനയ്ക്ക് സുന്ദരിമാരായ ആൾക്കാർ. എല്ലാവർക്കും ഒരു ഹായ് പറഞ്ഞേ. വിശേഷങ്ങളൊക്കെ ചോദിക്കട്ടെ. എല്ലാവരും റെഡിയാണോ? ഭക്ഷണമൊക്കെ കഴിച്ച് ഓക്കെ ആണല്ലോ? ഇപ്പോഴാ നിങ്ങൾക്ക് റവന്യൂല് ഇത് ചെയ്ത റവന്യൂ കലോത്സവത്തിന് എത്രയായിരുന്നു? എങ്ങനെയായിരുന്നു? എ ഗ്രേഡോ? എ ഗ്രേഡായിരുന്നു. ആരാണ് നിങ്ങളെ ഒപ്പന പഠിപ്പിച്ചത്? ഒരു 100 വാക്കാണ്. എന്താണ് പേര്? ഹാരിസ് മാഷ്. എത്ര വർഷമായിട്ട് സാർ ഇവിടെ പഠിപ്പിക്കുന്നുണ്ട് സ്കൂളില്? നിങ്ങൾ എല്ലാരും ആദ്യമായിട്ടാണോ ഒപ്പന കളിക്കുന്നത്? ഞങ്ങൾ കഴിഞ്ഞ വർഷം സ്റ്റേറ്റ് പോയതാ. എ ഗ്രേഡ് ഉണ്ടായിരുന്നു സ്റ്റേറ്റ്. ചെറിയ പുള്ളികളൊന്നും അല്ല, കഴിഞ്ഞ വർഷം സ്റ്റേറ്റിൽ പോയ ഗ്രൂപ്പാണ്. വർഷവും ഞങ്ങൾക്ക് തന്നെയായിരുന്നു. കുറെ വർഷമായിട്ട് ഇവര് തന്നെയാന്നാ പറയുന്നത്. കുറെ വർഷമായിട്ട് നിങ്ങൾ തന്നെയാ അല്ലേ? അപ്പൊ ഇപ്രാവശ്യം 1ാം സമ്മാനം പ്രതീക്ഷിക്കാം. നമ്മുടെ സ്വന്തം സ്കൂളാണ്, ഞാനും പഠിച്ച സ്കൂളാണ്, അതുകൊണ്ട് അത്ര ഭംഗിയായിട്ട് പറയുന്നത്. ഓക്കെ, എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഈ കലോത്സവത്തിന് ഇതുവരെ പങ്കെടുത്തത്? അടിപൊളിയായിരുന്നു. നല്ല എക്സ്പീരിയൻസ് ആണ്. അത് കൊല്ലത്ത് തന്നെ വരുമ്പോഴത്തേക്കും എല്ലാം നമ്മുടെ നാട്ടിൽ തന്നെ വരുമ്പോൾ നമുക്ക് പ്രത്യേക അഭിമാനം. എത്ര നാളായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് പരിശീലിപ്പിക്കുന്നുണ്ട്? ഒരു 2-3 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയായിരുന്നു. നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ ടീച്ചേഴ്സിന്റെ പേര് പറയാവോ? ജോസ്ഫിൻ മിസ്. എടുത്തു പറയേണ്ടത് ജോസ്ഫിൻ മിസ്സിന്റെ പേര്. എച്ച് എം, നിമ്മി മിസ്, എല്ലാ മിസ്സുമാരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എല്ലാരും. ഞങ്ങളുടെ ഹാരിസ് മാഷാണ് ഞങ്ങൾ ഇത്രയും. ഹാരിസ് മാഷ് എവിടെയാണ് സ്ഥലം? ഹാരിസ് മാഷിന് സാർ ഒന്ന് വരാവോ? അങ്ങ് വയനാടെന്ന് വന്ന ഹാരിസ് മാഷാണ്. പറഞ്ഞപ്പോൾ തന്നെ ഇങ്ങനെ ഹാ എന്ന് മാത്രമേ എനിക്ക് കേൾക്കാൻ പറ്റുള്ളൂ. ഇപ്പോഴാണ് പേര് കറക്റ്റ് ആയത്. സാറേ, എത്ര നാളായിട്ടാണ് ഇവരുടെ പരിശീലനം എനിക്ക് തോന്നുന്നു ഒരു ജൂലൈ ലാസ്റ്റ് ഞങ്ങൾ തുടങ്ങിയെന്ന് തോന്നുന്നു. അതുമുതൽ ഈ ഒരു സമയം വരെ പ്രാക്ടീസ് ഉണ്ട്. ക്ലാസ് മുടങ്ങാത്ത രീതിയിൽ. ഇപ്പൊ 10ാം ക്ലാസ്സിലെ കുട്ടികളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ സാറിന് പ്രതീക്ഷയുണ്ടല്ലോ? പ്രതീക്ഷയുണ്ട്. നല്ല കുട്ടികൾ. കാരണം വെച്ചാൽ 13 വർഷം ആയി ഞാനിവിടെ പഠിപ്പിക്കുന്നു. അതിൽ എനിക്ക് തോന്നുന്നു ഒരു 11 വർഷത്തോളം ഞങ്ങൾ സ്റ്റേറ്റിലുണ്ട്. ഒപ്പന എന്ന് പറഞ്ഞാൽ കൊല്ലം ജില്ലയിൽ വിമലയാണ്, അതെല്ലാവർക്കും അറിയാം. അതെ, UP ആണെങ്കിലും വർഷങ്ങളായിട്ട് അവർക്ക് തന്നെയാണ് ഫസ്റ്റ് ഇവിടെ തന്നെ സ്കൂളിൽ തന്നെ കിട്ടാറുള്ളത്. അപ്പൊ ആ കുട്ടികൾ തന്നെയാണ് ഹൈസ്കൂളിലേക്ക് വരിക. അപ്പൊ അവർക്ക് കുറച്ചും കൂടെ സ്കൂളിൽ സ്റ്റുഡൻസ് ഉണ്ടോ സാർ? ഇത് മാത്രം ഇവിടെ മാത്രമേ ചെയ്യുന്നുള്ളൂ? അല്ലല്ല, ഞാൻ വയനാട് ജില്ലയാണ്. അപ്പൊ വയനാട് ജില്ലയിൽ നിന്നും നമ്മൾ ടീമായിട്ട് വരുത്തുന്നുണ്ട്. മിക്ക വർഷങ്ങളും ഞാൻ ഉണ്ടാവാറുണ്ട്. എങ്ങനെയുണ്ട് യുവജനോത്സവത്തിൽ മൊത്തത്തിൽ ഇപ്പൊ 2 ദിവസം സാറിന്റെ കാഴ്ചപ്പാടില് എങ്ങനെയാണ്? ഈ മലബാർ ഭാഗത്ത് വരുന്നതിനെ അപേക്ഷിച്ച് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ കുറവുണ്ടെന്ന് തോന്നുന്നു. സാധാരണ ഗ്രൂപ്പ് ഡാൻസ് അല്ലെങ്കിൽ മറ്റ് കളർഫുൾ ആയിട്ടുള്ള മത്സരങ്ങൾ നടക്കുന്ന സമയത്ത് ഇപ്പൊ മലബാർ ഏരിയയിലൊക്കെ ആണെങ്കിൽ ഭയങ്കര റിസ്ക് ആണ് അതൊന്ന് കാണാനൊക്കെ. പക്ഷെ ഇവിടെ എനിക്ക് തോന്നുന്നു, ഒന്നാമത്തെ എനിക്ക് തോന്നുന്നു സ്ഥിരം പരിപാടികളൊക്കെ ഉള്ള സ്ഥലമായതുകൊണ്ടാണോ എന്ന് അറിയില്ല, വലിയൊരു ഓഡിയൻസിന്റെ ഒരു പ്രവാഹം അങ്ങനെ കാണുന്നില്ല സാധാരണ ഉള്ളതുപോലെ. അതുകൊണ്ട് വരുന്ന ആളുകൾക്ക് സുഖമായിട്ട് ഇരുന്ന് പരിപാടി കണ്ടു പോകാനുള്ള ഒരു സംവിധാനം ഉണ്ട്. അല്ലെങ്കിലും കൊല്ലം കണ്ടവൻ ഇല്ലം വേണ്ടെന്നാ. അതുകൊണ്ടാ വയനാടുകാർ എപ്പോഴും ഓർത്തിരിക്കണം, കൊല്ലം കണ്ടവന് ഇല്ലം വേണ്ട അല്ലേ? അപ്പൊ ഞങ്ങളുടെ സ്വന്തം വിമല ഹൃദയത്തിലെ കുഞ്ഞുങ്ങൾക്ക് എല്ലാ ഭാവങ്ങളും നേരുന്നു. Thank you.